ഈ ഈഗിൾ മണവാളൻ ബാക്കി സ്ട്രീം യൂണിവേഴ്സ് വിഷയത്തിൽ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ട് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കണ്ടു എന്നെക്കുറിച്ച്. ഞാൻ എന്തോ ഈഗിളിൻ്റെ ഭയങ്കര മറ്റേ കൊട്ടേഷൻ ഗ്യാങ് അല്ലെങ്കിൽ അധോലോകം ഗ്യാങ് പോലെയൊക്കെയാണ് വീഡിയോയിലിരുന്ന് പറയുന്നത്. അത്രമാത്രം പറയാൻ മാത്രം ഉണ്ടോ എന്നൊക്കെ. ഞാൻ പറഞ്ഞൊരു ആസ്പെക്റ്റ് എന്താണെന്നുള്ളത് ഫേസ്ബുക്കിലുള്ള ഇയർ ബാക്ക് അടിച്ചിരിക്കുന്നവർക്ക് മനസ്സിലാവില്ല. ഓക്കെ, അത് ഈ യൂണിവേഴ്സിൽ നടക്കുന്നത് എന്താണ്, ഈ സ്ട്രീമിംഗ് യൂണിവേഴ്സ്, ഗെയിമിംഗ് യൂണിവേഴ്സ്, അല്ലെങ്കിൽ യൂട്യൂബേഴ്സിൻ്റെ ഈ ഒരു യൂണിവേഴ്സിൽ നടക്കുന്നത് എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു മിനിമം ഐഡിയ ഉള്ള, കറൻ്റ്ലി എന്ത് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് അന്തണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ഫേസ്ബുക്കിൻ്റെ എന്താ പറയുക, അഗാധമായ പൊട്ടക്കുഴിയിലിരുന്ന് കരയുന്ന തവളകൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവാൻ ചാൻസ് കാണുന്നില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇപ്പം എന്താണെന്ന് വിഷയം വെച്ചാൽ, ആ രണ്ട് പയ്യന്മാർ മണവാളൻ്റെ സ്ട്രീമിലിരുന്ന് ഊക്ക് മേടിച്ച രണ്ട് ചെക്കന്മാർ ഓൾ ദ വേ ഫ്രം തൃശ്ശൂർ ടു പത്തനംതിട്ട പോയി ഈ പറഞ്ഞ ഈഗിളിനെ കണ്ട് എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കിയിട്ടുണ്ട്. അവർ കുറച്ചധികം കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. അതിനുശേഷം മണവാളൻ സ്വയം എക്സ്പോസ്ഡായി. മണവാളൻ നേരെ ഈഗിളിനെ വിളിക്കുന്നു, ഈഗിളിനെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നു, ഈഗിൾ തിരിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു, ആ പയ്യന്മാർ ലൈവിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ഈ സ്ട്രീമിംഗ് എന്ന് പറയുമ്പോൾ പോഡ്കാസ്റ്റ് ഒരു ഭയങ്കര ട്രെൻഡായിട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ഈ സ്ട്രീമിങ്ങും ഭയങ്കരമായിട്ട് ട്രെൻഡായിട്ട് കയറുന്നുണ്ട് യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ. ബട്ട് ഈ ഗ്യാങ് ഉണ്ടാക്കി സ്ട്രീം ചെയ്യുമ്പോൾ അതിനകത്ത് കുറേ കോംപ്ലിക്കേഷൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പ്രേക്ഷകർ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നൊരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരികയാണ്. അപ്പോൾ എന്താണെങ്കിലും ആദ്യം ഞാൻ ഒരു സ്റ്റോറിയാണ് കണ്ടത്. ഈഗിളിൻ്റെ ലൈവ് വരും കിക്കിൽ എന്ന് പറഞ്ഞിട്ട് 10:15 ഈ പയ്യന്മാരവിടെ ഈഗിളിൻ്റെ അടുത്ത് എത്തിയതിൻ്റെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ലൈവിൽ ഈ ചെക്കന്മാർ വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്തതാണ്, ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് ബ്രോൻ്റെ ഒരു വീഡിയോ കാണുന്നത്. അത് നമ്മൾ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എംസ്കോഡിൻ്റെയും അതിലൊരു ഷാജാൻ്റെ ഇതും കൂടി നമ്മളിത് മിക്സ് ആക്കിയിട്ട് ആ ഒരു വീഡിയോ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതിനെ റിയാക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ഇറക്കി ഞാനും മണവാളിനും നമ്മളെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ നമ്മളതിൽ പിടിച്ചിരുത്തിയതാണ് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട്. അല്ലാണ്ട് എനിക്ക് പേഴ്സണലായിട്ട് സംഭവമില്ല. എന്നെ ഇവനൊക്കെ അതിൽ പിടിച്ചിരുത്തിക്കണതാണ് മണവാളൻ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ കണ്ടന്റ് ചെയ്തപ്പോൾ ആളുടെ ആ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വാണെന്നും മോശമായിട്ട് ഞങ്ങൾ റിയാക്ട് ചെയ്ത് പറയും. ഫസ്റ്റ് ഞാനാണ് വിളിക്കണത് എന്ത് വാണം എന്ന് പറഞ്ഞിട്ട്. അതിപ്പോൾ തമാശക്കാരും വാണം എന്ന രീതിയിലാണ് ഞാൻ വിളിച്ചത്. അത് വളരെ ഇതായി പോയി. അത് കണ്ടിട്ടാണ് ബ്രോ ഒരു വീഡിയോ ചെയ്തത്. ഏത് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നെ കുറിച്ചിട്ടുള്ള നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മണവാളം വിളിച്ചു ആ സംഭവം. അപ്പം ഞാൻ എല്ലാം വിളിച്ചത് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് കോൾ വിളിച്ചിട്ട് ബ്രോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബ്രോനെ വിളിച്ചിട്ട് കോൾ ചെയ്തിട്ട് സംസാരിച്ചു. എന്തെങ്കിലും വിഷയമുണ്ട്, പ്രശ്നമൊന്നുമില്ല, കാര്യങ്ങൾ ഇതോട് കൂടി തീർന്നിട്ട് അവൻ സംസാരിച്ചു. അത് ബേസിക് പേഴ്സണലായിട്ട് എനിക്കറിയില്ല, എന്നെ കുറിച്ചിട്ടൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. കാരണം മണവാളം വിളിച്ചു അത് സോൾവ് ചെയ്തു, എന്നെ കുറിച്ചിട്ടൊരു കാര്യം അതിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പിന്നെ കാണുന്ന രണ്ടാമത്തെ റിയാക്ഷൻ, ആ കോളില് മണവാളം നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, ബ്രോ നിങ്ങളുടെ ഭാഗത്ത് ആണ് തെറ്റ്, അത് നമ്മുടെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്കാ, നമ്മളത് റെക്ടിഫൈ ചെയ്തോളാം, അവനോട് പറഞ്ഞോളാന്ന്. അത് മണവാളം ബ്രോയുടെ അടുത്തും പറഞ്ഞിട്ടില്ല, ലൈവിലും കേൾപ്പിച്ചിട്ടില്ല. പക്ഷെ എന്റെ അടുത്ത് അത് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും മുന്നിൽ ഞാനാണ് കുറിക്കുണ്ണയും മറ്റേ കൺമശി വേണമെന്നൊക്കെയാണ് എന്നെ വിളിക്കണേ. അപ്പൊ കുറിയും കൺമഷിയൊക്കെ അത് നിനക്ക് തന്നെ കുഴിച്ച കുഴിയാണ് പോലെ, അതിലൊന്നും പറയാനില്ല. മനസ്സിലായോ? നീ ലൈവിലിരുന്നിട്ട് ഇപ്പോൾ മണവാളിന് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും നീ ലൈവിലിരിക്കുന്ന സമയത്ത് നിന്നോട് മണവാളൻ മറ്റേ കാശ് തന്ന് സ്ക്രിപ്റ്റ് എഴുതി ഇത് വിളിച്ചേ പറ്റൂ ഈഗിളിനെ എന്ന് പറഞ്ഞ് വിളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മണവാളൻ്റെ തെറ്റ് 100% എന്ന് പറയാം. മണവാളൻ കണ്ടന്റ് എടുക്കാൻ വേണ്ടി നിന്നെ വിളിക്കുന്നു, നിങ്ങൾ തമ്മിലുള്ള ടേംസ് എന്താണെന്ന് നമുക്കറിയില്ല. ബട്ട് സ്റ്റിൽ ആ ഒരു ലൈവിൽ പോയിരുന്ന് സ്ട്രീമിൽ പോയിരുന്നിട്ട് ഈഗിളിൻ്റെ ഒരു ടോപ്പിക് എടുത്ത് വെച്ചോ അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നീ നിൻ്റെ കയ്യിൽ നിന്നാണ് ഈ പറഞ്ഞ വാക്കെടുത്തിട്ടത്. മനസ്സിലായോ? അപ്പം അതിലൊരു 100% എല്ലാം കൂടിയും കൊണ്ടുപോയിട്ട് മണവാളൻ്റെ തലയിൽ വെച്ച് കെട്ടുക എന്നുള്ളത് നീ ചെയ്യേണ്ട പരിപാടിയല്ല. ഇതൊരു 50-50 പരിപാടിയാണ്. ഒരു 75-25 പരിപാടിയാണ്. 75% നീ നിൻ്റെ പ്രവൃത്തി കാരണം എയറിലടിച്ചതാണ്. ഓക്കെ, ആരെങ്കിലും ഒക്കെ ഒരു ലൈവ് ഇടാൻ സ്ട്രീം ഇടാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് പോയിരുന്നിട്ട് വേറൊരാളെ കോപ്പി അടിച്ചിട്ട് 10 തെറി പറഞ്ഞ് 2 മാസ് കാണിച്ചിട്ട് വരാമെന്നുള്ള രീതിക്ക് പോയിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വന്നിരുന്ന് മെഴുകേണ്ടി വരും. ഇതെല്ലാവർക്കും ഒരു എക്സാമ്പിളാണ്. ഇപ്പം പല സ്ട്രീമുകളും ഗ്രൂപ്പായിട്ട് വരുന്ന പല സ്ട്രീമുകളിലും നടക്കുന്നത് എന്താ വെച്ചെങ്കിൽ തല്ലാം വെല്ലുവിളിക്കുക, മാസ് കാണിക്കാൻ വേണ്ടിയിട്ട് 10 തെറി വിളിക്കുക. ഈ സാധനം തെറി വിളിച്ചോ,
ഞാൻ ഒരിക്കലും തെറി മോശമെന്ന് പറയുന്ന ഒരാളാണ്. തെറി വിളിക്കേണ്ട സമയത്ത് വിളിക്കേണ്ട ആളെ വിളിക്കേണ്ട സിറ്റുവേഷന് അങ്ങനെ വിളിക്കണം തെറി. ചിലപ്പോൾ 4 അടീനേക്കാൾ നല്ല ഫലം ചെയ്യും 10 തെറി പറയുന്നു. മനസ്സിലായോ? ഞാൻ അങ്ങനെ കരുതുന്ന ഒരാളാണ്. തെറിക്ക് തെറി തന്നെ വേണം, അതിന് റീപ്ലേസ്മെൻ്റ് ഇല്ല. ഇപ്പോൾ പൊളിറ്റിക്കലി കറക്റ്റായി ചിന്തിച്ച് കഴിഞ്ഞാൽ തെറി വിളിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറയാം. ബട്ട് പറഞ്ഞു പോടി, മനുഷ്യന്മാരാണ്. ചില സിറ്റുവേഷനിൽ തെറി ഡിമാൻഡ് ചെയ്യും, അപ്പോൾ തെറി പറഞ്ഞേ പറ്റും. അടിപിടിയിലേക്ക് പോകുന്നത് നമ്മളുടെ ഒരു വഴിയല്ല. ബട്ട് സ്റ്റിൽ അതും അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള സമയത്ത് നമുക്കിട്ട് കിട്ടും എന്നുള്ള സമയത്താണെങ്കിൽ ചിലപ്പോൾ അതും ചെയ്തു പോകും മനുഷ്യനാണ്. പക്ഷേ ലൈവിൽ സ്ട്രീമിൽ ജസ്റ്റ് ഒരു സ്ക്രിപ്റ്റഡ് കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് തെറി കുത്തിക്കയറ്റി മാസാവാൻ നിന്ന് കഴിഞ്ഞാൽ ഇതേപോലെ മെഴുകൽ കിട്ടും. ഓക്കെ, ഇനി ഇതിൽ എന്താണ് മണവാളൻ്റെ എലമെൻറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് അത് ഓഡിയോ വെച്ചിട്ടുണ്ടായിരുന്നില്ല. മണവാളൻ ഈഗിളിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ പയ്യന്മാരെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളൊരു ജസ്റ്റ് ഒരു പോർഷനിൽ മണവാളൻ പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് മറ്റേ നിങ്ങളുടെ കൂട്ടത്തിലെ കുറിയോട്ടം പുള്ളി വാണമെന്നൊക്കെ വിളിക്കുന്നതാണ്. എനിക്കത് നല്ല ഒഫൻസ്. സംഭവം ആള് പറഞ്ഞത് ശരിയായില്ല. അതെന്ത് ചെയ്ത് പിന്നെ അതിന് ശേഷമാണ് ഞാൻ കണ്ടത്. അതെന്ത് ചെയ്ത് നമ്മൾ എന്ത് ചെയ്ത് അംഗീകരിക്കും. അവര് ചെയ്ത് ശരിയായിട്ടില്ല. ആള് ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു സംഭവം. എന്റെ ലൈവ് ഇന്നലെ സ്പാം ആയിരുന്നു ബ്രോ, റിയാക്ട് ചെയ്തു. അപ്പം മണവാളൻ എനിക്ക് തോന്നുന്നു പാർക്കിങ്ങിൽ എവിടെ കാറിലിരുന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഫ്രെയിം നിങ്ങൾ ഓർത്ത് വെക്കണം. ലേറ്റർ ഓൺ മണവാളൻ ഈ ഫ്രെയിമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഈ സിറ്റുവേഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണെങ്കിലും മണവാളൻ ഇതിട്ട സമയത്ത് അതിനകത്ത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അവർ ചെയ്ത തെറ്റ്. ഈ 2 ചെക്കന്മാർ പറഞ്ഞ് തെറ്റാന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവന്മാരെ പറഞ്ഞ് തിരുത്താന്നുള്ളൊരു വേർഷൻ പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിലും ഇല്ല, ഞാനും അങ്ങനെ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടില്ല. ഈ ഒരു പോർഷൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി എന്താണെങ്കിലും പറഞ്ഞ് സെറ്റിലായ ഒരു സംഗതി ഇവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് മണവാളൻ ചെയ്യേണ്ട ഒരു കാര്യം. അതിന് ക്ലാരിറ്റി ഇനി മണവാളനാണ് കൊടുക്കേണ്ടത്. ടു മണവാളൻ്റെ പ്രേക്ഷകർ, വേറെ ആർക്കുമല്ല, മണവാളുടെ പ്രേക്ഷകർക്ക്. കാരണം ഇന്നലെ ഈഗിളുടെ ലൈവ് ഈ പയ്യന്മാർ വന്നിരുന്ന് പറഞ്ഞതും ഈഗിൾ സംസാരിച്ചതും കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പിക്കും, ഇതിനകത്ത് മണവാളൻ എന്തോ കാര്യമായിട്ടുള്ള കുത്തിത്തിരിപ്പ് പരിപാടി നടത്തി എന്നുള്ള സ്കീമിലാണ് ഇത് പുറത്തു പോയിട്ടുള്ളത്. ഓക്കെ, കാരണം അങ്ങനെ തോന്നാനുള്ളൊരു കാരണമുണ്ട്. ഇപ്പോൾ ഈവൻ ഞാനാണെങ്കിൽ പോലും ചിന്തിക്കുന്നത്, ഈ പയ്യന്മാരുടെ അടുത്ത് മണവാളൻ ഇത് സെറ്റിലാക്കിയത്, അതായത് ഈഗിളിനെ വിളിച്ച് സെറ്റിലാക്കിയ കാര്യം അപ്പോഴേ പറഞ്ഞിരുന്നെങ്കിൽ ഈ പയ്യന്മാർ ഒറ്റയ്ക്ക് പോയിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്ത് ഊക്ക് മേടിക്കില്ലായിരുന്നു. ഇവന്മാരെന്താ ചെയ്തത്, നേരെ അവിടെ പോയിരുന്നിട്ട് ഈഗിളിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇരുന്നിട്ട് അങ്ങോട്ട് തുടങ്ങി. ഇവന്മാരാണിത് തുടക്കട്ടെ എന്നുള്ളതൊക്കെ മറന്നിട്ട് ഓഹോ എന്നാൽ അത് കണ്ടന്റ് ആക്കി പിടിക്കാമെന്ന് പറഞ്ഞ് പോയിട്ട് വീണ്ടും ഊക്ക് മേടിച്ചു. അതുകൊണ്ടാണ് ഇപ്പം എന്ത് ചെയ്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നാറി തലയിൽ മുണ്ടിട്ട് ആ അവസ്ഥയിൽ വന്നിരുന്ന് കരഞ്ഞ് ഇവിടെ ഈഗിളിൻ്റെ അടുത്ത് എത്തിയത്. ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സമയത്ത്, നേരത്തെ ഇപ്പോൾ ഈ വീഡിയോൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ പോലെ ഈഗിൾ എന്തോ വലിയ സെറ്റപ്പാണ് അല്ലെങ്കിൽ ഗ്യാങ് ലീഡറാണ്. ഞാൻ എന്താ പറഞ്ഞറിയോ, ഒരാളുടെ ക്രെഡിബിലിറ്റി, ഒരാൾക്കൊരു ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറയും. ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ക്വാളിറ്റി ഇല്ലെങ്കിലും ക്രെഡിബിലിറ്റി ഇല്ലെങ്കിലും അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്രെഡിബിലിറ്റി ക്വാളിറ്റി ഉള്ള ഒരാളുടെ കോണ്ടന്റുകളെ കുറിച്ചും അയാൾ എന്താണോ സോഷ്യൽ മീഡിയയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത് അതൊക്കെ വെച്ചിട്ട് അയാളുടെ ഒരു ക്വാളിറ്റി നമുക്ക് പറയാം. ഞാൻ ആ ക്വാളിറ്റിയാണ് പറഞ്ഞു. അതേ ക്വാളിറ്റി കൊണ്ടാണ് നട്ടപ്പാതിരയ്ക്ക് വീട്ടിൽ ആളുള്ള സമയത്ത്, ഭാര്യയും കുട്ടി അമ്മയൊക്കെ ഉള്ള സമയത്ത് തെറി വിളിച്ച് അല്ലെങ്കിൽ ഈഗിളിന് ആ രീതിയിൽ റിയാക്ട് ചെയ്ത ഒരാൾക്കാരെ വീട്ടിൽ കയറ്റി അവർക്ക് ഉള്ളത് പറയാൻ വേണ്ടി, അതായത് ഇത് ശരിക്കും മണവാളൻ്റെ ലൈവിലാണ് ഇവർ ഈ പറയേണ്ടിയിരുന്നത്, ഈ മാപ്പും കാര്യങ്ങളൊക്കെ. ഓക്കെ, പക്ഷെ അവിടെ ഒരു സ്പേസ് കിട്ടാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അവർ നേരെ ഈഗിളിൻ്റെ അടുത്തേക്കാണ് വന്നത്. ഈഗിൾ അവരെ ആക്സെപ്റ്റ് ചെയ്ത് വീട്ടിൽ വന്ന് ഇരുത്തി നട്ടപ്പാതിരയ്ക്ക് ലൈവ് ഇട്ട് ആ വൈഡ് റേഞ്ച് ഓഫ് ഓഡിയൻസിന് ഇവർക്കൊരു ഹെയ്റ്റ് കുറയാൻ വേണ്ടിയിട്ടെങ്കിലും ഇവർക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ടല്ലോ. ആ ഒരു ക്വാളിറ്റിയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അധോലോക സെറ്റപ്പാണ് ഈഗിൾ എന്നുള്ള രീതിക്കല്ല. ഈഗിൾ ബിൽഡ് ചെയ്തൊരു എംപയർ ഉണ്ട്, അത് ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. ഗെയിമിങ് സ്ട്രീമിങ് റിലേറ്റഡ് ആയിട്ട് കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും പരുന്തിനെയും പരുന്തുകുട്ടികളെയും പരുന്തുകൂട്ടത്തിനെയും കുറിച്ച് നന്നായിട്ട് അറിയാം. ഓക്കെ, അപ്പോൾ ആ യൂണിവേഴ്സിൽ കളിക്കുന്നവർക്ക് അതിൻ്റെ ഒരു മൊത്തം സെറ്റപ്പും അതിൻ്റെ ഹാർഡ് വർക്കും പിന്നെ അതിലൂടെ കൊടുക്കുന്ന വാല്യുബിൾ ആയിട്ടുള്ള കുറേ ഔട്ട്പുട്ടിൻ്റെ കാര്യമൊക്കെ അറിയാം. മനസ്സിലായോ? അത് സാധാരണ ഒരു നോർമൽ ഫൺ ബേസ്ഡ് എൻ്റർടൈൻമെൻറ്റ് ബേസ്ഡ് സ്ക്രിപ്റ്റ് ആയിട്ടുള്ളൊരു സ്ട്രീം ചെയ്യുന്നവരെ പോലെ അല്ല എന്നുള്ളത് വളരെ എവിഡൻ്റ് ആണ്. ആ ഒരു കാര്യങ്ങൾ അറിയുന്നവർക്ക്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ബിൽഡപ്പ് ലീഗിനെ കുറിച്ച് പറഞ്ഞത്. ഞാൻ ഇനി അത് പറയും. ഫൈൻ. അപ്പോൾ എന്താണെങ്കിൽ ഈ ചെക്കന്മാർക്ക് ഈ ഒരു പോർഷൻ നിങ്ങൾ ക്ലിയർ ആയിട്ട് കണ്ടോ? ഇവർ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് ലൈഫിൽ. എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഇപ്പോൾ കൊച്ചി വന്നിട്ട് മറ്റേ എയർപോർട്ടിനോട് വയ്ക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, എനിക്ക് പറ്റുന്നില്ല. ആൾക്കാർ തന്നെ എൻ്റെ പിന്നെ ഒരുമാതിരി നോട്ടമൊക്കെ നോക്കണം. ലൈഫിൽ ഇങ്ങനെ പോയിട്ടില്ല എയറിൽ. ഇപ്പോൾ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല, നാട്ടുകാരെ നോക്കാൻ പറ്റുന്നില്ല, എനിക്ക് പുറത്തിറങ്ങാൻ തന്നെ പറ്റുന്നില്ല. പുറത്തിറങ്ങുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ആ കുറിക്കൊണ്ട് അല്ലെങ്കിൽ പിന്നെ മറ്റേതൊക്കെ വിളിച്ചു പറഞ്ഞത് കൺമേശി വേണമെന്നൊക്കെ തന്നെ വിളിക്കണം.
ഞാൻ കൺവെൻഷൻ വിടാറില്ല. പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വാപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു, വാപ്പ ദുബായില്ല, ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ ഒരു ഇതായിരുന്നു അവസ്ഥ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് മണവാളൻ നമ്മളെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്ത് ആൾ വിളിച്ച് പറയുമ്പോൾ എന്നാൽ എൻ്റെ കേസ് എന്നോട് പറയണ്ട, അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. സോ അതായിരുന്നു സംഭവം. അപ്പോൾ ഈ കുറി എനിക്കത് അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. ഈ കുറിയിട്ട സംഭവം നിങ്ങൾ ഇട്ടില്ല. അതിപ്പോൾ മൊത്തത്തില് ഇൻസ്റ്റയില് റിക്വസ്റ്റ് വരെ അങ്ങനെ തെരുവ് വിളിച്ചുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിലവില്. എനിക്ക് കാർ എടുക്കാനും കാർ ഓടിച്ചിട്ട് എനിക്കൊന്നും ഇന്ത്യയിൽ കാശില്ല, 5 പൈസ എൻ്റെ കയ്യിലില്ല. എനിക്ക് എൻ്റെ പിള്ളേരാണ് കാറൊക്കെ എടുത്ത് എന്നെ ഇവിടെ കൊടുക്കുന്നത്. എനിക്ക് ഗെയിമിങ് എന്താണെന്ന് അറിയില്ല. ഞാൻ ബ്രോന്റെ മോട്ടിവേഷൻ എന്തോ 2 വീഡിയോസ് കണ്ടിട്ടുള്ളൂ. ഞാൻ ഇത് കുറിച്ച് എനിക്ക് അറിയില്ല, പേഴ്സണലി എനിക്ക് അറിയില്ല. ഞാൻ ഉള്ളത് പറഞ്ഞത് എനിക്ക് പേഴ്സണലി അറിയില്ല. ഗെയിമിങ് മറ്റേ മോട്ടിവേഷൻ ഒക്കെ എടുത്ത് യൂട്യൂബിൽ വരില്ലേ, അതാണ് ഞാൻ കാണല്. പക്ഷെ ഇത് ഇത്രയും വലിയ സംഭവം ഞാൻ ഇപ്പോൾ അറിഞ്ഞത് മൊത്തത്തില്. അങ്ങനെ തന്നെയാണ് ഈഗിൾ ബ്രോനെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ. ഈഗിൾ ബ്രോ ഞങ്ങൾക്ക് സംസാരിക്കാണ്ട് അതാള് പറഞ്ഞു എന്നോട് പറഞ്ഞു നീ ഓക്കെ വായോ എന്നാണ് നമ്മളോട് പറഞ്ഞത്. സമയം ഇപ്പൊ ഇത്രയും ഈ സമയത്ത് ഇവിടെ എല്ലാവരും ഉണ്ട്. ഈഗിൾ ബ്രോന്റെ വീട്ടിൽ ഈഗിൾ ബ്രോന്റെ ഫാമിലീസും വൈഫും എല്ലാവരും ഉണ്ട്. അതിനിടയിൽ കൂടെ നമ്മളെ ഈ ഒരു സമയത്ത് ഇവിടെ വന്ന് ഇരുത്തണം. സത്യം പറഞ്ഞാൽ എന്നെ ചൂലെടുത്ത് പുറത്താക്കാണ് വേണ്ടത്. എന്റെ ഇതൊക്കെ വീട്ടിൽ പോലും ഇപ്പൊ ഉമ്മ കയറ്റാത്ത അവസ്ഥയായി എന്റെ വീട്ടിലൊക്കെ. ഞാൻ പറയണെന്ന് വെച്ചാൽ ഞാൻ പറയില്ല കേസ്, എനിക്ക് ഇത്ര പറയുള്ളൂ. അതായത് ഇവർക്ക് ഈ കാര്യം പറയണം എന്ന് പറഞ്ഞു. ഇവർക്ക് ഈ കാരണം പറയണം എന്ന് പറഞ്ഞപ്പം എന്തായാലും ഇപ്പൊ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളുടെ POV ത്രൂ ഇവർക്ക് ഇത് പറയാൻ പറ്റുന്ന സാഹചര്യമല്ല. ഇപ്പൊ അത് പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായി. അത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ചോളാം. അത് കഴിഞ്ഞിട്ട് പറയാം. മണവാളിനെ കോള് വിളിച്ചതിന്റെ അപ്പം തന്നെ ഞാൻ മണവാളിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, മണവാളിന് എന്നോടും പറഞ്ഞായിരുന്നു, അത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ മിസ്റ്റേക്കാ. എന്താ ക്യാമറ കേട്ടോ ഫോക്കസ് കറക്റ്റ് ഇപ്പൊ മണവാളിന്റെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, ഇത് എന്താ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ട്രിഗർ ആയത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും മണവാളൻ പറഞ്ഞു അത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ മിസ്റ്റേക്കാണ്, ഞാൻ അത് അവരോട് സംസാരിച്ച് സെറ്റാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോയ ആളാ. ഇപ്പൊ പുള്ളി ഇവർ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എന്താ ഇനി വീണ്ടും നമ്മളെ വെച്ച് അടുത്ത കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇവരെ വിളിച്ചോണ്ടിരിക്കുക. മനസ്സിലായി? അപ്പൊ ഇത് മണവാളൻ ബ്രോ എക്സ്പോഷർ ആണോ വേണ്ടേ? ഇത് അതാണ് കഴിഞ്ഞ ദിവസം എനിക്ക് വ്യൂസിന്റെ ഞാൻ ചോദിക്കുന്ന കേട്ടായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇവരെ നിർത്തി പറയണില്ല, കാരണം ഒരു ബേസിക് റെസ്പെക്ട് എനിക്കുണ്ട്. കാരണം നിങ്ങൾ കുറെ നാളായിട്ട് അറിയാവുന്നവരെ. ഇവരെ നിർത്തി നോക്കുമ്പോൾ ചിലപ്പം വേറെ എന്തെങ്കിലും ആയിട്ട് ബ്രോയ്ക്ക് അത് പിന്നീട് ഫീൽ ആവും. ഇവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളാം എനിക്ക് പറയാനുള്ളത്. മനസ്സിലായി? അതാ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞോട്ടെ. പിന്നെ എനിക്കെതിരെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരെ യൂസ് ചെയ്തതിൽ പുച്ഛം മാത്രമേ ഉള്ളൂ. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ, അതെനിക്ക് പറയണമായിരുന്നു. അതുകൊണ്ട് ഇന്റർഫിയർ ചെയ്തത് ബ്രോ നിങ്ങൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് എല്ലാ സ്ട്രീം യൂണിവേഴ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവർക്കും പറയാനുള്ള കഥകളായിരിക്കും. കാരണം അവിടെ ഒക്കെ സ്ക്രിപ്റ്റഡാണ്, ഓൾമോസ്റ്റ് എല്ലാം സ്ക്രിപ്റ്റഡാണ്. തൊപ്പിയും ഇനീഷ്യൽ സ്റ്റേജിൽ കംപ്ലീറ്റ് സ്ക്രിപ്റ്റഡ് ആയതുകൊണ്ടായിരുന്നു. പിന്നെ ലേറ്റർ ഓൺ അവൻ എന്താ പറയുക ട്രൂ ഫേസിക്ക് വന്നപ്പോൾ ആളുകൾ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ് പല രീതിയിൽ എഴുതി വിടുന്നത്. ഓക്കെ, ഇപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും സ്ക്രിപ്റ്റ് ആണോ എന്നുള്ളൊരു ചോദ്യം വരാൻ കാരണം തുടക്കകാലത്ത് അച്ചാതി സ്ക്രിപ്റ്റായിരുന്നു. സെയിം ഹാപ്പനിങ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഇപ്പോൾ ഷാജഹാൻ്റെ ഗ്യാങ് ആണെങ്കിലും മണവാളുടെ ഗ്യാങ് ആണെങ്കിലും ഒക്കെ ഇപ്പോഴും പഴയ 144p തൊപ്പിയുടെ സ്ട്രീമിൻ്റെ ലെവലിലാണ് നിൽക്കുന്നത്. അവരൊക്കെ മാറി വരേണ്ട സമയം കഴിഞ്ഞു. പിന്നെ ഇതേപോലെ സ്ട്രീം യൂണിവേഴ്സിൽ നടക്കുന്ന കുറച്ച് വിഷയങ്ങൾ എന്താ വെച്ചെങ്കിൽ, ഇതിൽ ഈ പയ്യന്മാർ ഈഗിളിനെ കാണാൻ പോയത് അവർക്ക് സ്ട്രീമിങ്ങിൽ നിന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഫ്രണ്ട്സിൻ്റെ ഒപ്പമല്ല, അവരുടെ കാശ് കൊണ്ടുമല്ല. ഓക്കെ, റിയൽ ലൈഫിലുള്ള കുറച്ച് ഫ്രണ്ട്സ് ഇവരെ ഹെൽപ്പ് ചെയ്തു. കാരണം ഇവരിൽ കാശില്ല. നമ്മൾ നോക്കുമ്പോൾ എന്താ സ്ട്രീമിലൊക്കെ പോയിരിക്കുന്നു. ഇപ്പോൾ തൊപ്പിയുടെ ഒരു ബേസിക് ലൈൻ വെച്ചിട്ടാണ് എല്ലാവരും സ്ട്രീമിലുള്ളവരുടെ ഒരു സാലറി അല്ലെങ്കിൽ അവരുടെ ഗ്യാങ്ങിൻ്റെ ഒരു വെൽത്ത്, ആ റിച്ച്നെസ് ഒക്കെ നോക്കുന്നത്. പക്ഷെ എല്ലാ ഗ്യാങ്ങിലൊന്നും അങ്ങനെയല്ലടി. ചില ഗ്യാങ്ങിൽ ഫുഡ് മാത്രം കിട്ടും, ചില ഗ്യാങ്ങിൽ പോയിരിക്കാൻ ഒരു ഷെൽട്ടർ കിട്ടും, ചില ഗ്യാങ്ങിൽ ഒന്നും ഫുഡും ഇല്ല ഷെൽട്ടറും ഇല്ല, ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? ഇനിയിപ്പോൾ അത് കൊടുക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ കുട്ടിപ്പാടി നടക്കൂല്ല. എനിക്ക് അത്രേ പറയുള്ളൂ. ഒരു തൊപ്പിയുടെ ഗ്യാങ്ങിൻ്റെ സെറ്റിൽഡ് ആയിട്ടുള്ള ഫേസ് കണ്ടിട്ട് നിങ്ങൾ ചാടിപ്പിടിച്ചാൽ, ഞാൻ ഷാജഹാൻ എന്നെ വിളിച്ച സമയത്ത് തന്നെ ഷാജഹാനോട് പറഞ്ഞത് നോക്കിയും കണ്ടും ചെയ്തോ. കാരണം എന്താ പറയുക, ഇത് ആരാ എന്താന്ന് ഇവരൊന്നും പരസ്പരം ചിലപ്പോൾ ഈ സ്ട്രീമിലൂടെയോ സോഷ്യൽ മീഡിയയിലുള്ള പരിചയം മാത്രമേ കാണൂ. ഓക്കെ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ് ആണെങ്കിൽ പോലും ഇതിന്ന് പോകുന്ന കോണ്ടന്റ് സ്ക്രിപ്റ്റഡ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഓഡിറ്റും ഇല്ലാതെ പോകുന്ന സാധനം ആയതുകൊണ്ട് ചിലപ്പോൾ പരസ്പരം പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ പ്രശ്നം വരുമ്പോൾ പിന്നിന്ന് കുത്ത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പല രീതിക്ക് ഈ സാധനം അടിയാം. മനസ്സിലായോ? അപ്പോൾ ഇത് ഭയങ്കര ഡേഞ്ചർ സംഗതിയാണ്. മര്യാദയ്ക്ക് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പണി പാടും. ഈ ചെക്കന്മാരുടെ അവസ്ഥ തന്നെ കണ്ട, ഇവർക്ക് മണവാളുടെ ലൈവിലിരുന്ന് പറയാനുള്ളൊരു സ്പേസ് ഇല്ല. ആൻഡ് ഈഗിൾ ഇത് തുറന്ന് കാര്യങ്ങളൊന്നും പറയുന്നുമില്ല. കംപ്ലീറ്റ് കാര്യങ്ങൾ ഈഗിൾ ഇതിൽ. അതാണ് ഞാൻ ഈഗിളിൻ്റെ ക്വാളിറ്റി എവിടെയാണ് കാണുന്നത്. ഈ പയ്യന്മാർ പോയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഈഗിളിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ എവിഡൻ്റ് ആണ് ഈഗിളിൻ്റെ സംസാരത്തിൽ നിന്ന്. ഓക്കെ, അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് ഈഗിൾ ആ ചെക്കന്മാരെ വെച്ചുകൊണ്ട് അതൊന്നും പറയാൻ റെഡി ആയിരുന്നില്ല. ഈഗിൾ പറയുന്നില്ല, ഇവന്മാർ പോട്ടെ അതിന് ശേഷം കുറച്ച് സംസാരിക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ.
ആൻഡ് ബേസിക് സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗിളിനെ വിളിച്ച് മണവാളൻ തീർത്തൊരു പരിപാടി. ശരിക്കും മണവാളനായിട്ട് പിടിച്ച വള്ളിയല്ല ഈഗിള്, ഓക്കെ, മണവാളനായിട്ട് പിടിച്ച വള്ളിയല്ല. ഈ ചെക്കൻ പറഞ്ഞ വാണത്തുനിന്ന് തുടങ്ങിയ സീനാണിത് മൊത്തം. അപ്പോൾ ഇവനെയാണ് അത് ആദ്യം അറിയിക്കേണ്ടിയിരുന്നത്. ഇവനെ അറിയിച്ച് ആ പ്രശ്നം സെറ്റിൽ ഡൗൺ ചെയ്യുക എന്നുള്ളതായിരുന്നു മണവാളൻ ചെയ്യേണ്ട ആദ്യത്തെ പരിപാടി. പക്ഷേ വെരി അൺഫോർച്ചുനേറ്റ്ലി അവിടെയും സ്ക്രിപ്റ്റും കോണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു പ്രയോറിറ്റി, അങ്ങനെയാണ് ആ സാധനം പോയത്. അങ്ങനെയുള്ളതിന് നിലനിൽപ്പില്ല എന്നുള്ളത് ഇനിയെങ്കിലും ആൾക്കാർ മനസ്സിലാക്കുക. ഈ സ്ക്രിപ്റ്റഡ് സാധനങ്ങൾക്ക് നിലനിൽപ്പില്ല. ഇപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, 25 മിനിറ്റ് 30 മിനിറ്റ് 40 മിനിറ്റൊക്കെ ഈ എന്തിനാ സംസാരിക്കേണ്ട, എന്താ അതിൻ്റെ ആവശ്യം? ബ്രോ സ്ക്രിപ്റ്റഡ് ആയിട്ട് എനിക്ക് ബാക്കിയുള്ളവർ ചെയ്യുന്ന പോലെ ഒരു 13 മിനിറ്റിൽ 10 മിനിറ്റിലൊക്കെ കട്ട് ചെയ്ത് 8 മിനിറ്റിലും 10 മിനിറ്റിലും കാര്യം പറഞ്ഞിട്ട് പോവാം. ഇത് കട്ട് ചെയ്ത് സ്ക്രിപ്റ്റാക്കിയിട്ട് വെട്ടി ചുരുക്കി വെച്ചിട്ട് പോവാം. ബട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന കുറച്ചുകൂടി റിയൽ ആയിട്ടിരിക്കാനാണ്. ഒരു ഓഡിറ്റും ഇല്ലാതെ ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് അപ്പം എൻ്റെ തലയിൽ വരുന്നതിൻ്റെ POV, എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ വെച്ചിട്ട് പോകുന്നത്, മനസ്സിലായി? അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസുകൾ, സംശയങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ ഇട്ടിട്ട് പോകുന്നത്. അപ്പം ഇത് നമ്മളൊരു ഓർഗാനിക് ലെവലിൽ പോയി കഴിഞ്ഞാൽ എക്സിസ്റ്റൻസ് കൂടുതലുണ്ടാവും, സർവൈവ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും, ആളുകൾ നമ്മളായിട്ട് കണക്റ്റ് ആവും. ഇല്ല നമ്മൾ ഡ്രാമയായിട്ടോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റഡ് ആയിട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണെങ്കിലും ഉണ്ടോ, ഏത് രീതിയിലാണ് സ്ക്രിപ്റ്റും ഡ്രാമയൊക്കെ വർക്ക് ചെയ്യും. നല്ല ഡയറക്ഷനും നല്ല സ്ക്രീൻ പ്ലേ ഉള്ള സിനിമയിലൊക്കെ വർക്ക് ചെയ്യും, സീരിയലിൽ വർക്ക് ചെയ്യും. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഈ സാധനം പിടിച്ചു വെക്കാൻ ഇങ്ങനത്തെ കോണ്ടൻറ്റുകൾ, ലൈവ് സ്ട്രീമിങ് അല്ലെങ്കിൽ എന്നെ പോലെ റിയാക്ഷൻ വീഡിയോ, ഇവിടെയൊക്കെ ഈ സാധനങ്ങൾ പിടിച്ചു വെക്കാൻ വളരെ പാടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഈ ചെക്കന്മാർക്ക് വളരെ എന്താ പറയുക, ഒരു സോഷ്യൽ മീഡിയ കാണുന്ന പോളിഷ്ഡ് ഫേസ് അല്ലാതെ ബാക്കിലൊന്നുമില്ല അവർക്കൊന്നും, മനസ്സിലായി? എല്ലാവരും സർവൈവലിൻ്റെ ഭാഗമായിട്ട് ഒന്നില്ലെങ്കിൽ വേറെ രീതിയിൽ വൈറലാവുക എന്നുള്ള ഫേസിൽ പോയി നിൽക്കുക. പക്ഷെ അവിടുന്ന് കിട്ടുന്ന തിരിച്ചടി ഇങ്ങനെ ആയതുകൊണ്ട് ഇത് ഭയങ്കര സ്ട്രീമിങ്ങിൻ്റെ ഒരു വേറെ വശമാണ്. കോണ്ടന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യപ്പെട്ടതാണ് എന്ന് ബ്രോ തിരിച്ചറിഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മൾ ഇത്രത്തോളം വന്നത്. അതെ, ആ ഒരു സാധനം എന്തായാലും ഞാൻ സീരിയസ് ആയിട്ട് പറയുമോ ബ്രോ, ഇപ്പോഴേ നേരത്തെ തിരിച്ചറിഞ്ഞതിൽ നന്നായി. അല്ലാതെ ഇനി കുറേ നാൾ നിന്നിട്ട് നിങ്ങളെ യൂസ് ചെയ്ത് ഇതാക്കിക്കേണ്ടതിന് പകരം ഇപ്പോഴേ നന്നായി. പുള്ളി വിചാരിച്ച പോലത്തെ റീച്ചൊക്കെ പുള്ളിക്ക് കിട്ടട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. ബ്രോ നന്നായിട്ട് നടക്കട്ടെ, അല്ലാതെ ഞാൻ എന്ത് പറയാനാ. എന്താ ബ്രോ കേട്ടില്ല, മണവാളെ കേട്ടില്ല. ഞാൻ വിളിക്കുമ്പോ കാറിൽ ഇരുന്നിട്ടാണ് വിളിച്ചത്. ഇവര് ഓൾറെഡി എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവരിപ്പോ എന്താ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ബ്രോന്റെ അടുത്ത് വന്നിട്ട് മച്ചാനെ ഇതൊക്കെ നിങ്ങൾ തമ്മിലുള്ള കാര്യമല്ലേ ബ്രോ? എന്താ ഇവര് സംസാരിക്കാൻ വരുവാണെന്ന് അല്ല മച്ചാ, ഇവര് സംസാരിക്കാൻ വരുവാന്ന് പറഞ്ഞപ്പോ ബ്രോയുടെ കൂടെ ഇരുന്ന് ലൈവ് ചെയ്തവരല്ലേ അമ്മമാരെന്നോട് പറഞ്ഞത്. അമ്മമാരുടെ കയ്യിൽ പൈസ പോലും ഉണ്ടായിരുന്നില്ല ഇവിടെ വരാൻ, അവര് കൂട്ടുകാരെ വിളിച്ചിട്ട് ഇതായിട്ടാ വന്നതെന്നാ പറഞ്ഞേ. അപ്പൊ ബ്രോ അമ്മമാരുടെ ഫോണിൽ 30 വട്ടം വിളിച്ച കോളിൽ അവൻ എന്നെ കാണിച്ചായിരുന്നു. ബ്രോ പോണ്ട അല്ല അപ്പൊ ഇന്നെന്തോ കണ്ടന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. ഞാനോ അല്ല മനസ്സിൽ നിങ്ങള് പോവാച്ചെങ്കിൽ പോയിട്ട് എന്ത് ചെയ്ത് എന്താ വെച്ചെങ്കിൽ പറഞ്ഞോ. അപ്പൊ എന്ത് ചെയ്ത് അതിനനുസരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത്. മച്ചാനെ ഞാനൊരു കാര്യം ഞാൻ ഒരു കാര്യം സിമ്പിൾ ആയിട്ട് പറഞ്ഞോട്ടെ. ഞാൻ കുറെ നാളായിട്ട് സ്ട്രീമും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്റെ സന്തോഷത്തിൽ ഞാൻ പൊക്കോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ കേക്ക് എനിക്ക് ഇതിനകത്തിരുന്ന് നിങ്ങളുടെ ബോക്സിംഗ് യൂണിവേഴ്സിൽ ഇടപെടാൻ താല്പര്യമില്ല മച്ചാനെ. എനിക്ക് താല്പര്യമില്ല. നിങ്ങളെ കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കും മച്ചാനെ, എന്ത് മിസ്റ്റേക്ക്? ഞാൻ പറഞ്ഞ കണ്ടന്റ് എന്താ അറിയോ, ഞാൻ പറഞ്ഞത് നിങ്ങൾ അവിടെ പോയിട്ട് സോൾവ് ചെയ്യാൻ ഓക്കെ അത് അവിടെ സോൾവ് ചെയ്തു എന്ന് ഞാൻ ഇവിടെ പറയാം എന്നാണ് ഞാൻ പറഞ്ഞത്. ബ്രോ മണവാളം ബ്രോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ബ്രോയുടെ ഡിസ്കോഡില് 3 വീഡിയോ ഉള്ളു. ഒന്ന് PSG ആ വീഡിയോ, ഒന്ന് എന്റെ വീഡിയോ. അതിന്റെ താഴെ ചന്തി കാണിച്ചിരിക്കുന്ന ഒരു പെണ്ണിന്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ മനസ്സിലായോ? ഈ 3 സാധനം ഉള്ളു അതിനകത്ത്. പകരം ഡിസ്കോഡ് ട്രോൾസ് റിയാക്ഷൻ എന്താണെന്ന് കാണണമെങ്കിൽ ബ്രോ ഈ എന്റെ ഡിസ്കോഡ് അവരൊക്കെ ഡിസ്കോഡ് എടുത്ത് നോക്കി അതിനകത്ത് ആൾക്കാരിടുന്ന കാണാം. ഇത് 3 നിങ്ങൾ തന്നെ പോസ്റ്റ് ചെയ്തതാണ്. നമ്മള് സ്ട്രീമർ അല്ല ഒന്നാമത്. അപ്പൊ പിന്നെ ബ്രോയുടെ പ്രാങ്ക് വീഡിയോയും സ്ട്രീം വീഡിയോയും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് എവിടുന്നാണ് കിട്ടിയുള്ള വീഡിയോ ആ സാധനം ഡയറക്റ്റ് എന്ത് ചെയ്ത് ഞാൻ അത് ഇൻസ്റ്റയിൽ അയച്ചിട്ടുണ്ട്. മച്ചാനെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കും ബ്രോ, പ്ലീസ്. ബ്രോ ലൈവില് പറഞ്ഞത് ഞാൻ അവരെ കണ്ടന്റിന് വേണ്ടി യൂസ് ചെയ്തതാണ്. ഒബ്വിയസ്ലി, പിന്നെ അല്ലാതെ. മച്ചാൻ എന്താ വിളിച്ചപ്പോ എന്നെ പറഞ്ഞത്? മച്ചാന്റെ അടുത്ത് എന്താ പറഞ്ഞേ? മച്ചാൻ പറഞ്ഞില്ലേ അവരെ ക്ലിയർ ആക്കാന്നാ ഞാൻ പറഞ്ഞത്. അവര് ചെയ്തത് തെറ്റാണ്, അത് നമ്മൾ ക്ലിയർ ആക്കാണ്. ഞാൻ വിളിക്കണ സമയത്ത് നിങ്ങളുടെ റിയാക്ഷൻ ഒന്നും കണ്ടിട്ടില്ല. ഇൻഫാക്ട് നിങ്ങളുടെ റിയാക്ഷൻ ഒന്നും കണ്ടിട്ടില്ല. അതിനുശേഷമാണ് ഇവര് പറയുന്നത് ഇതിന്റെ തന്തക്ക് വിളിച്ചിട്ടുണ്ട്, അന്നാ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ബ്രോയോട്.
അവരെന്നോട് പറഞ്ഞിട്ട് പോയല്ലോ, ഇവര് ആ വീഡിയോ, അതായത് അവൻ എന്നെ തെറി വിളിക്കുന്ന വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ക്യാമറയുടെ ബാക്കിൽ മണവാളൻ നിൽക്കുക. അന്നേരം മണവാളന് പറഞ്ഞുകൂടായിരുന്നു? ഞാൻ പറഞ്ഞ വ്യക്തമായിട്ട് ഞങ്ങൾ ഞാനായിട്ട് പറഞ്ഞുതരാം. ആ സാധനം എന്താ അറിയോ, ഞാൻ പറഞ്ഞു എന്റെ ലൈവിൽ ഇരുന്നിട്ട് തെറി വിളിക്കാൻ സമ്മതിക്കില്ല. ഞാൻ അവന്റെ ചാനൽ ഇട്ടോളാ പറഞ്ഞു. അയ്യോ, അന്നേരം എന്താ ബ്രോ പറയാൻ, നമ്മളത് ഉച്ചക്ക് സോൾവ് ആക്കിയതാണെന്ന്? ഉച്ചക്ക് സോൾവ് ആക്കിയതാ പറഞ്ഞു. പക്ഷെ എന്റെ തന്തക്ക് വിളി കേട്ടിട്ട് പിന്നെ ഞാൻ എന്തെങ്കിലും തിരിച്ചു പറയണ്ടേ പറഞ്ഞു. ശരി, അതിന് ഞാൻ അതിന് ഓക്കെ. അപ്പോൾ ഇതാണ് മണവാളൻ നമ്മുടെ ഈഗിളിനെ വിളിച്ച് പറഞ്ഞ കാര്യം. ഇതിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. മണവാളൻ തന്നെ ഇത് റിപ്പീറ്റ് അടിച്ച് കേട്ട് കഴിഞ്ഞാൽ വേരിയേഷൻസ് മനസ്സിലാവും. ഓക്കെ, കാരണം കാറിലിരുന്ന സമയത്ത് ഈ പയ്യന്മാരൊപ്പം ഉണ്ട് എന്നാണ് മണവാളൻ്റെ ക്ലെയിം. അങ്ങനെയാണെങ്കിൽ ഈ മണവാളൻ ഈ പയ്യന്മാരോട് ഓക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം, അവന്മാരെ ഭാഗത്ത് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ടും ഇവന്മാർ വീണ്ടും പോയിട്ട് ഈഗിളിൻ്റെ റിയാക്ഷൻ വീഡിയോ കണ്ടിട്ട് വീണ്ടും പോയി തെറി വിളിക്കുമോ? ഒരു ചോദ്യം. അങ്ങനെ തെറി വിളിച്ച വീഡിയോൻ്റെ ബാക്കിൽ മണവാളൻ ഉണ്ട് എന്ന് പറയുന്നു. അതായത് എല്ലാം സെറ്റിലാക്കിയതിന് ശേഷവും ഇവന്മാർ ഭയങ്കര എന്താ പറയുക പൊട്ടിയിട്ട് ഈഗിളുടെ വീഡിയോയ്ക്ക് റിപ്ലൈ കൊടുക്കാൻ പോയപ്പോൾ മണവാളൻ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ. ഈഗിൾ കറക്റ്റ് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പം അവന്മാർ അവിടെ പോയിട്ട് എല്ലാ കാര്യവും ആരോട് പറഞ്ഞിട്ടുണ്ട്. മണവാളൻ ആ ഒരു സിനാരിയോ എന്ത് നടന്നു, അവിടെ എന്താ ഉണ്ടായെന്നുള്ളത് അവിടെ പോയി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് അറിഞ്ഞിട്ട് ഈഗിൾ കാര്യമായിട്ട് ഒന്നും ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ വിളിച്ചപ്പോഴാണ്, മണവാളൻ വിളിച്ചപ്പോഴാണ് ഈഗിൾ ഈ കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നത്. അതും മണവാളിന് ഈ പറഞ്ഞ പോലെ സീനൊന്നും ഇല്ല, അല്ലെങ്കിൽ അവന്മാർ ലൈവിൽ പറഞ്ഞതൊക്കെ തെറ്റാണെന്നുള്ള രീതിയിൽ ഈഗിളിനോട് സംസാരിച്ചുകൊണ്ടായിരിക്കണം ഈഗിൾ ആ കാര്യങ്ങൾ ചോദിച്ചത്. ഇല്ലെങ്കിൽ ഈഗിൾ അത് റിവീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈഗിൾ. കാരണം അവന്മാർക്ക് കിട്ടിഞ്ഞൊരു വെറുതെ എന്തിനാ അവർ തമ്മിൽ ഫ്രണ്ട്സ് തമ്മിലൊരു സാധനമാണ്. അതാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, നിങ്ങൾ ഫ്രണ്ട്സിനെ വിളി കളിയാ, ഫ്രണ്ട്സിനെ വിളി വച്ചാനേ എന്നുള്ള സാധനം പറയുന്നത്. ഇതെന്താ അറിയോ, എല്ലാം കണ്ടൻ്റ് അല്ല. ഓക്കെ, എല്ലാം കണ്ടൻ്റ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന പലരും ട്രോളാറുണ്ട്. ഞാൻ ഈ ആകാശത്തിനടിയിലും പുറത്തും ഒക്കെയുള്ള എല്ലാ സാധനവും കണ്ടൻറ്റ് പിടിക്കുന്നു. കണ്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷേ എല്ലാം കണ്ടൻ്റ് അല്ലാന്നേ ഞാൻ അപ്പോഴും പറയും. മനസ്സിലായോ? നമുക്കൊരു സ്പേസ് കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ സ്പേസ് നമ്മൾ ഫിറ്റാണോ എന്ന് നോക്കണം. പക്ഷേ റിയാക്ഷൻ ചാനൽ എന്നുള്ള രീതിക്ക് ഇപ്പോൾ എനിക്ക് നോക്കുകയാണെങ്കിൽ എല്ലാം കണ്ടൻ്റാന്ന് പറഞ്ഞിട്ട് പോകാം. ബട്ട് സ്റ്റിൽ ഞാനാണെങ്കിലും ചില കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഓബ്വിയസ്ലി ഇതേപോലൊരു സ്ട്രീമിംഗ് ചാനലിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് എടുത്ത് പിടിച്ച് ഒരു ട്രോൾ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു സാധനം എടുത്ത് പറയുന്നത് ഇതേപോലെ വള്ളിപിടുത്തങ്ങളായിരിക്കും. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, ഇതിനൊക്കെ റെഡി ആവണം. മനസ്സിലായി? എന്ത് വിഷയം ഉണ്ടായാലും കുഴപ്പമില്ല, ഞാൻ ഏത് രീതിയിൽ ഏറിപ്പോയാലും എനിക്ക് സീനില്ല, ഞാൻ ഓക്കെയാണ്, എന്ത് പരിപാടിക്കും ഞാൻ ഓക്കെയാണ് എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം. പക്ഷെ അപ്പോൾ ഒപ്പം നിൽക്കുന്നവർ പെടും ഇതേപോലെ. ഇപ്പോൾ ഈ പല ചോദ്യങ്ങൾക്കും മണവാളിന് ഉത്തരവില്ല. ഇനിയിപ്പോൾ മണവാളിനത് ലൈവിൽ ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഈ ചെക്കന്മാർ ഇനി മണവാളിനിട്ട് പണിഞ്ഞാണോ അതും ഡൗട്ടാവും. ഇനി അങ്ങനെയുണ്ട്. കാരണം നമുക്ക് എല്ലാവരും എല്ലാം വിശ്വസിക്കാൻ പറ്റില്ല. എനിക്ക് കുറച്ചും കൂടി അറിയുന്നത് മണവാളിനെയാണ്. എനിക്കറിയുന്നൊരു മണവാളൻ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ വിഷയം ഉണ്ടായാൽ വിളിച്ച് വർത്തമാനം പറയുന്ന ഒരാളാണ്. ഓക്കെ, സത്യത്തിൽ ഞാൻ ഈഗിൾ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ പയ്യന്മാർ പറയുമ്പോൾ ഞാൻ ഞെട്ടുകയുണ്ടായി. അതായത് മണവാളൻ അങ്ങനെയല്ലല്ലോ, മണവാളൻ കാര്യങ്ങളുണ്ടെങ്കിൽ സ്ട്രെയിറ്റായിട്ട് പറഞ്ഞിട്ട് പോകുന്നത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണല്ലോ. ഇതൊന്ന് കണ്ടന്റ് ഉണ്ടാക്കാൻ മണവാളൻ ഈ ചെക്കന്മാരെ ഉപയോഗിച്ചു, ഈ ചെക്കന്മാരോട് പറയാതെ ഇരുന്ന് മനഃപൂർവ്വം അവിടെ ഒരു കച്ചറ ഉണ്ടാക്കിയോ എന്നുള്ളൊരു ഫീൽ എനിക്ക് വരെ കിട്ടി. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ മണവാളിനെ കുറിച്ച് ഒന്നും അറിയാത്തൊരു ഈഗിളിന് ഈ ചെക്കന്മാർ ഇത് പോയി പറയുമ്പോൾ ഈഗിൾ ഓബ്വിയസ്ലി മണവാളിനെ ആ രീതിയിലേക്ക് കാണും. ഓക്കെ, അപ്പോൾ ഇത് സ്ട്രീം യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സീനാണ്. ഇനി വരും ഒരു ജനറേഷന് ഈ സ്ട്രീമിങ് അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കുറച്ചും കൂടി ഫണ്ണായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും. അല്ലെങ്കിൽ ഭയങ്കര ഇതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാനും ഫെയിം ഉണ്ടാക്കാനും താല്പര്യപ്പെടുന്നവരുണ്ടാവും. ഇതിപ്പോൾ സ്ട്രീം തന്നെ ചെയ്യണമെന്നില്ലല്ലോ. ഇപ്പോൾ ഹനാൻ ഷാ ആൻഡ് ദ ബഞ്ച് ഒരു വ്ളോഗാണ് ചെയ്യുന്നത്, സ്ട്രീമല്ല. ബട്ട് കൂട്ടാളുകൾ, ഇപ്പോൾ ഞാനാണെങ്കിലും എൻ്റെ കാറിനകത്ത് ഇങ്ങനെ കോണ്ടൻറ്റുകൾ ചെയ്യുമ്പോൾ 10 കണ്ടൻറ്റ് വരുമ്പോൾ 5 എണ്ണത്തിലും ഞാൻ, സ്നേഹ, ജിത്തുബായി, പ്രബി, അബി, ഞങ്ങൾ അങ്ങനെ ഒരു ടീം ഉണ്ടാവും. അപ്പോൾ ബേസിക്കലി ടീം എവ്രിവെയർ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ചില കോണ്ടൻറ്റുകൾ പ്രസൻറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്ന ആൾ മാത്രമേ നിങ്ങൾ കാണുന്നുണ്ടാവുള്ളൂ. ബട്ട് ദർ ഇസ് എ ടീം. ഞാൻ ഒരു ബഞ്ച് ഓഫ് ആളുകളെ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. പക്ഷെ അത് വിചാരിച്ചിട്ട് സ്ട്രീം പോലെ വെച്ച് പാറ്റേൺ അതല്ല. പക്ഷെ ആ പാറ്റേണിലേക്ക് മാറുമ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി സോർട്ടിലായി മെച്ചുവറായിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളൊരു സംഗതിയുണ്ട്. കുറച്ച് ഫണ്ണായി വൈബായി സീരിയസ് ആവുന്ന സമയത്ത് സീരിയസ് ആയി അങ്ങനെ ആക്റ്റീവായിട്ട് അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എല്ലാം ഒരു മാസിന് വേണ്ടിയിട്ടുള്ള തല്ലുപിടിയും കച്ചറിയും. ഇപ്പോൾ ഷാജഹാൻ എങ്ങനെയാണ് സ്ട്രീമിൽ ഒരു വലിയ കോൺട്രവേഴ്സി, മണവാളനൊക്കെ ബേസിക്കലി ലൈന് പിടിച്ചിരിക്കുന്നത് തൊപ്പിയുടെ ഒരു ലൈന്.
മാറി ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ അതേ തന്നെ ചിന്തിക്കാം, കുഴപ്പമില്ല, ഒരേ സ്ട്രീമിൻ്റെ പാറ്റേൺ അഡാപ്റ്റ് ചെയ്യാം. പക്ഷെ അവർ ഇപ്പോൾ ഉള്ളൊരു സ്റ്റേജിലുള്ള സാധനം അഡാപ്റ്റ് ചെയ്യണ്ടേ? ഇപ്പോൾ ഉള്ളൊരു സ്റ്റേജിലുള്ള സാധനം അഡാപ്റ്റ് ചെയ്യുന്നത് അത് കുറച്ചുകൂടി ബെറ്ററാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ തൊപ്പിയും ഇതിനൊരു റിയാക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. തൊപ്പീനോടും ഇതേപോലെ പ്രശ്നങ്ങൾ നടക്കുന്നു എന്നുള്ള രീതിയിൽ എല്ലാവരും പോയി പറയുള്ളൂ. അപ്പോൾ തൊപ്പിയും പറയുന്നത് അൺവാണ്ടഡ് ആയിട്ട് ഇതിനകത്തേക്ക് വരാൻ താല്പര്യമില്ല. മനസ്സിലായോ? ഇതൊക്കെ നടന്നോട്ടെ ഒരു വഴിക്ക്. തൊപ്പി അന്നേ ഷാജഹാൻ്റെ കേസും പരിപാടികളൊക്കെ നിർത്തിയിട്ട് പോയതായതുകൊണ്ട് സംഗതികളൊക്കെ ഒരു സൈഡിൽ നടന്നോട്ടെ, വിഷയമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ അതിൽ ഇടപെടാൻ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഇടപെടാനില്ല. അവരെ യൂണിവേഴ്സിൽ അവരെന്തോ കാണിച്ചോട്ടെ എന്നുള്ള മൂഡിലാണ് തൊപ്പിയും പോയി എടുക്കുന്നത്. പിന്നെ ബേസിക്കലി ഇവരുടെയൊക്കെ ചാറ്റിനോട് എനിക്ക് പറയാനുള്ളത്, ഒരു പരിധി വരെ ഇവരെയൊക്കെ കൊണ്ടുപോയിട്ട് വള്ളിപിടുത്തത്ത് കൊണ്ടുവിടുന്നത് ചാറ്റാണ്. ഓക്കെ, ചാറ്റ്, കാരണം ഓബിയസ്ലി ഇവർ ഡെഡിക്കേറ്റഡ് ടു ചാറ്റ് ആയിരിക്കും. ലൈവ് സ്ട്രീമിലെല്ലാം ചാറ്റിന് ഡെഡിക്കേറ്റ് ചെയ്ത് ചാറ്റിൻ്റെ ഒരു എന്താണെങ്കിലും അവർ നോക്കും, ഒരു മെജോറിറ്റി ചാറ്റിനെ അവർ നോക്കും, അവർ പറയുന്നത് ശ്രദ്ധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവരെ കറക്റ്റ് വേയിൽ പിടിക്കുക എന്നുള്ളത് ചാറ്റിൻ്റെയും കൂടി റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അത് ചാറ്റിൻ്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറേയൊക്കെ ഇവരുടെയൊക്കെ വള്ളിപിടുത്തങ്ങൾ കുറയും. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി ആറാട്ടനും പെരേരിയും ഇവരെല്ലാവരും കൂടി ഒരു ലൈവ് യൂണിവേഴ്സ് സ്ട്രീമിൽ തുടങ്ങാതെ ഇനി ബാക്കിയുള്ള പോകുന്നുണ്ട്. അല്ലാതെ ഏറെക്കുറെയൊക്കെ ആയി, അതും കൂടെയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫണ്ണായിരിക്കും ഇവിടെ കാര്യങ്ങൾ. ഏത് രീതിയിലാണോ ഇതൊക്കെ പോകാൻ പോണത്. എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എന്താ പറയുക, ലൈവായിട്ട് നിൽക്കുന്ന കോണ്ടൻറ്റുകൾ. ഓക്കെ, സ്ട്രീമിംഗ് യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞ പരിപാടികൾ. ആൻഡ് ഫേസ്ബുക്കിലുള്ളവർക്കൊക്കെ ഇതിനെക്കുറിച്ചുള്ള ഐഡിയ ഒക്കെ വളരെ കുറവായിരിക്കും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും കാണില്ല. അപ്പോൾ ആദ്യം കാര്യം മനസ്സിലാക്കിയിട്ടൊക്കെ എന്ത് ചെയ്യുക, ഇതിൻ്റെ മുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പേജിലൊക്കെ എഴുതിയിടുന്നു. അല്ല ഇനി അതും ഡീഗ്രേഡ് ചെയ്യാനൊക്കെ ഉള്ള PR പരിപാടികൾ. ഞാൻ ഈ റീസെൻ്റ്ലി ഹനാൻ ഷാനൊക്കെ എടുത്തിട്ട് അലക്കുന്നത് കണ്ടു ഫേസ്ബുക്കിനകത്ത്. അതൊക്കെ ഒരു തരം എന്താ പറയുക, ഈഗോ പൊട്ടിയ PRകളാണ്. ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇപ്പോൾ ഫേസ്ബുക്കിലും ഫോട്ടോ ഇട്ടാലൊക്കെ പൈസ കിട്ടുമല്ലോ, മോണിറ്റൈസേഷൻ. അപ്പോൾ എന്തെങ്കിലും ഒരു ഫോട്ടോ ഇട്ടിട്ട് എഴുതിയിട്ട് ടൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വീഡിയോനൊക്കെ റവന്യൂ വരും എന്നുള്ള സ്കീമുണ്ട്. അങ്ങനെ അരി മേടിക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം, മേടിച്ചു, കുഴപ്പമൊന്നുമില്ല. അരി ദഹിക്കുന്ന രീതിയിൽ മേടിച്ചാൽ കുറച്ചുകൂടി നന്നാവും. ഓക്കെ.